നമസ്കാരം. സുഭദ്രാഹരണം കഥകളിയുടെ അവസാന രംഗം ബലഭദ്രരും കൃഷ്ണനുമായിട്ടുള്ള സംവാദ രൂപത്തിലുള്ള ഈ രംഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. നമ്മൾ മുമ്പ് കണ്ടത് അർജുനൻ്റെയും സുഭദ്രയുടെയും അനുരാഗം മനസ്സിലാക്കി അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാനുള്ള സൗകര്യാർത്ഥം ശ്രീകൃഷ്ണൻ ഒരു അന്തർദ്വീപോത്സവം സംഘടിപ്പിക്കുകയും ബലഭദ്രരടക്കമുള്ള എല്ലാ യാദവ പ്രമുഖരെയും അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അതിനുശേഷം ആ ദ്വീപോത്സവം തീരുന്നതിന് കുറച്ചു മുമ്പ് ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് എത്തുകയും അർജുനൻ്റെ അച്ഛനായ ദേവേന്ദ്രൻ്റെ കൂടി സാന്നിധ്യത്തിൽ, ദേവേന്ദ്രൻ്റെയും ഇന്ദ്രാണിയുടെയും കൂടി സാന്നിധ്യത്തിൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും അതിനുശേഷം അവരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്യുന്നത് വരെയുള്ള ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ സമയത്ത് ബലഭദ്രര് ദ്വാരകയിലില്ല. ബലഭദ്രരാകട്ടെ ശ്രീകൃഷ്ണനെ പോലെ തന്നെ സുഭദ്രയുടെ സഹോദരനുമാണ്. അന്തർദ്വീപോത്സവം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ദ്വാരകയിൽ തിരിച്ചെത്തുന്ന ബലഭദ്രർ കേൾക്കുന്നത് അർജുനൻ സുഭദ്രയെ വിവാഹം ചെയ്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ബ്രാഹ്മണർ തമ്മിൽ പറഞ്ഞ് നടക്കുന്നതാണ്. ആദ്യം അത് വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് അവർ ആ കഥ വിസ്തരിച്ച് തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടിട്ട് തൻ്റെ അനുജനായ ശ്രീകൃഷ്ണൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് സഹോദരിയായ സുഭദ്രയെ ഇങ്ങനെ അർജുനൻ തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ ചതിച്ച് വിവാഹം ചെയ്തത് എന്ന ധാരണയിൽ ക്രുദ്ധനായി വരുന്ന ബലഭദ്രരാണ് ഈ രംഗത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ശ്ലോകം ഇത്തം ബ്രാഹ്മണരും പറഞ്ഞു എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ബ്രാഹ്മണർ, ഇതിനു മുമ്പ് ബ്രാഹ്മണരുടെ ഒരു രംഗമുണ്ട്. ബ്രാഹ്മണരിങ്ങനെ പരസ്പരം അർജുനൻ സുഭദ്ര വിവാഹം ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്ന രംഗമുണ്ട്. അത് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്തം ബ്രാഹ്മണരും പറഞ്ഞു നടകൊള്ളുന്നൊരു അവസ്ഥാന്തരെ എന്ന് തുടങ്ങുന്നത്. ഇങ്ങനെ ബ്രാഹ്മണർ പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ അത് ദ്വീപിൽ നിന്ന് തിരിച്ചെത്തി ദ്വാരകയിലെത്തിയ മുസലീധരനായ ബലഭദ്രർ കേൾക്കുകയും അപ്പോൾ തൻ്റെ അടുത്തേക്ക് വന്ന, തൻ്റെ കാൽക്കൽ വന്ന് വീണ അനുജനായ ശ്രീകൃഷ്ണനോട് ക്രോധത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്നാൽ ശ്ലോകം കഴിയുമ്പോൾ ബലഭദ്രനും കൃഷ്ണനുമായിട്ടുള്ള ആ പദമല്ല ആരംഭിക്കുന്നത്. പകരം കുറച്ച് പുറകിലേക്ക് പോയിട്ട് ദ്വീപോത്സവം കഴിഞ്ഞ് ദ്വീപിൽ നിന്ന് തിരിക്കുന്ന ബലഭദ്രരുടെ ഒരു ആട്ടത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ആട്ടം സാമാന്യ രൂപത്തിലൊന്ന് പറയാം, പല നടന്മാരും പല രീതിയിലാണ് അത് ചെയ്യുന്നത്. അത് ചിട്ടയായിട്ടുള്ള ആട്ടമല്ല, അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം നടന്മാർക്കുണ്ട്. സാധാരണ ശ്ലോകം കഴിഞ്ഞാൽ തിരശീല മാറ്റുന്നതിന് പകരം ബലഭദ്രരുടെ പീഠത്തിൻ്റെ മുകളിൽ വലങ്കൈയിൽ കലപ്പയും ഇടങ്കൈയിൽ ഗദയുമായി നിന്നുകൊണ്ട്, നമ്മൾ സാധാരണ ഒറ്റക്കാലി ചവിട്ടുക എന്ന് പറയുന്ന ഒരു ഇതിൽ ആ സഭ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മുഴുവൻ രണ്ട് വശത്തേക്കും നോക്കി വീക്ഷിക്കുന്നതാണ് തുടക്കം. അത് തിരശീല മാറ്റിക്കൊണ്ടല്ല, തിരശീല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തിരശീലയിൽ രണ്ട് കൈയും, ഈ ആയുധങ്ങൾ ഉള്ള രണ്ട് കൈയും തിരശീലയിൽ പിടിച്ചുകൊണ്ടാണ്. നമ്മുടെ നക്രതുണ്ടിയുടെയൊക്കെ പ്രവേശ സമയത്ത് ഇതുപോലെ തന്നെയാണ്. പീഠത്തിൽ നിന്ന് തൂപ്പ് കയ്യിൽ പിടിച്ച് ഒറ്റക്കാലി ചവിട്ടി രണ്ട് വശത്തേക്കും നോക്കി നടുക്കെത്തി
ആണ് ആട്ടം തുടങ്ങുന്നത്. അതുപോലെ ഇവിടെ രണ്ട് കൈയിലും, വലം കൈയിൽ കലപ്പയും ഇടം കൈയിൽ ഗദയുമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തിരശീലയിൽ പിടിച്ചുകൊണ്ട് ഒറ്റക്കാല് ചവിട്ടി രണ്ടു വശത്തേക്കും നോക്കി മധ്യത്തിലെത്തി ആ തിരശീല മാറ്റാതെ തന്നെ തിരശീലയിലെ പിടിവിട്ട് രണ്ട് ആയുധവും രണ്ട് വശത്തും നിൽക്കുന്ന തിരശീലക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും വേണ്ടതാണ്. കൊടുത്തിട്ട് ബലഭദ്രർ ആട്ടം തുടങ്ങുന്നു. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുന്നു. കാരണം ഈ ദീപോത്സവം വളരെ മനോഹരമായിട്ട് പര്യവസാനിച്ചു. എന്നാൽ ഇനി ഒരു തോണിയിൽ ദ്വാരകയിലേക്ക് പോവുക തന്നെ എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്ക് തോണിക്കാരൻ എത്തിയതായിട്ട് കണ്ട് അയാളെ അനുഗ്രഹിച്ച് തോണി കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് പിന്നെ വലതുവശത്തേക്ക് നോക്കി യാദവരെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ എവിടെ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരാട്ടം, ശ്രീകൃഷ്ണൻ എവിടെ, അപ്പോൾ നേരത്തെ ദ്വാരകയിലേക്ക് പോയെന്നോ ആകട്ടെ, അങ്ങോട്ടേക്ക് പോവുക തന്നെ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് വീണ്ടും ഇടത്തേക്ക് നോക്കി. നമ്മൾ സാധാരണ പടവറപ്പാടിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇടതുവശത്തേക്ക് നോക്കി തോണിക്കാരൻ വന്നതായി കണ്ടിട്ട് അതാ തോണി കൊണ്ടുവന്നുവെന്നോ, ശരി അതിൽ കയറുക തന്നെ എന്ന് പറഞ്ഞ് തോണിയിലേക്ക് കയറുന്നതായിട്ട്, ആ പീഠത്തിൻ്റെ മുകളിൽ നിന്ന് തോണിയിലേക്ക് കയറുന്നതായിട്ട് ഭാവിച്ച് പിന്നെ തോണി മുമ്പോട്ട് പോകുന്ന രീതിയിൽ ശരീരം അത് തോണിയിലിരിക്കുന്ന ശരീരം എങ്ങനെയാണോ ഉലയുന്നത് അതുപോലെ കാണിച്ച് ആയുധങ്ങൾ രണ്ടും തിരിച്ച് കയ്യിൽ മേടിച്ച് തോണി ദ്വാരകയിലെത്തി എന്ന സങ്കല്പത്തിൽ തിരശീല അപ്പോഴേക്കും മാറ്റുന്നു, മുമ്പിലേക്ക് പീഠത്തിൽ നിന്ന് മുമ്പിലേക്ക് ചാടി കരയിലെത്തി എന്ന ഭാവത്തിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില ബ്രാഹ്മണർ എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് ആടി അത് കേൾക്കുന്നതായി ഭാവിച്ചിട്ട് എന്ത് യതിയുടെ വേഷത്തിൽ ദ്വാരകയിൽ കഴിഞ്ഞിരുന്ന ആൾ അർജുനനാണെന്നോ, അയാൾ ശ്രീകൃഷ്ണൻ്റെയും ബലഭദ്രരുടെയും സഹോദരിയായ സുഭദ്രയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി എന്നോ എന്ന് ആടി, ഏയ് അങ്ങനെ സംഭവിക്കില്ല, താനറിയാതെ അങ്ങനെ ഒന്നിന് ആരും മുതിരില്ല. വീണ്ടും കേട്ട് മറ്റു ചില ബ്രാഹ്മണർ കൂടി അത് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടിട്ട് ശ്രീകൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി കേട്ടിട്ട്, എങ്കിൽ ഇനി ഈ ചതി എന്നോട് ചെയ്ത അർജുനനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ, എവിടെ ശ്രീകൃഷ്ണൻ, അവനോട് ചോദിക്കണം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ അവസാനിപ്പിച്ച തൻ്റെ കാൽക്കലേക്ക് വന്ന് വീണ അനുജനായ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എന്നുള്ള ആ ഒരു ടൈം ലൈനിലേക്ക് എത്തി. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അരങ്ങത്തേക്ക് വലത് പുറകിലെ കോണിൽ നിന്ന് ഇടത് പുറകിലെ കോണിൽ നിന്ന് പാട്ടുകാരുടെ വശത്തു നിന്ന് കയറി വന്ന് ബലഭദ്രൻ്റെ കാൽക്കൽ വീഴുന്നു. ആ കാൽക്കൽ വീണ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ക്രോധത്തോടുകൂടി ശ്രീകൃഷ്ണൻ്റെ കഴുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി ചെറിയ ഒരാട്ടം, നീ ഇങ്ങനെ ചെയ്തുവല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആട്ടം. അതിനുശേഷം മധ്യമാവധി രാഗത്തിൽ ചമ്പ മുറുകിയ കാലത്തിലുള്ള കുത്രവധ എന്ന പ്രസിദ്ധമായിട്ടുള്ള പദം ആണ്, ബലഭദ്രരുടെ പദമാണ് കുത്രവധ. വൃത്രാരി എന്ന് തുടങ്ങുന്ന ആ ഒരു പദം. അത് കുത്രവധ വൃത്രാരി പുത്രനാം ശത്രുവരനെ ക്ഷണം സംഹരിച്ചിടുവൻ. എവിടെ പറയൂ പുത്രവധ, എവിടെ പറയൂ. വൃത്രാരി ദേവേന്ദ്രൻ്റെ പുത്രനായ ശത്രുവരനെ, ദേവേന്ദ്രൻ്റെ പുത്രനായ ശത്രുവിനെ, ശ്രേഷ്ഠനായ ശത്രുവിനെ
ഈക്ഷണം സംഹരിച്ചിടും, ഇപ്പം തന്നെ ഞാൻ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതാണ് പല്ലവി. അനുപല്ലവി യാദവ ശിഖാമണേ കഷ്ടമവനെ പുര സൽക്കരി ചന്തപ്പുരത്തിങ്കൽ വെച്ചതും ഒട്ടും നമുക്കൊരു വിചാരമില്ലെന്നു മൂന്ന് ലോകത്തിലും പ്രസിദ്ധമല്ലോ. ഇതാണ് അടുത്ത്. യാദവ ശിഖാമണേ, അല്ലയോ യാദവ ശ്രേഷ്ഠ, അവനെ അന്തഃപുരത്തിൽ, കാരണം യതിയായിട്ട് വന്നപ്പോൾ ബലഭദ്രർ തന്നെയാണ് അന്തഃപുരത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും സുഭദ്രയെ ഈ മുനിവര്യനെ ശുശ്രൂഷിക്കാനായി ഏൽപ്പിച്ചതും ഒക്കെ ബലഭദ്രർ തന്നെയാണ്. അതൊക്കെ ആ കാര്യമാണ് പറയുന്നത്. യാദവ ശിഖാമണേ കഷ്ടമി അവനെ പുര സൽക്കരിച്ച് അന്തഃപുരത്തിങ്കൽ വെച്ചത്, അങ്ങനെ വെച്ചു. ഒട്ടും നമുക്കൊരു വിചാരം, എനിക്ക് ചില സമയത്ത് എനിക്ക് അങ്ങനെ വീണ്ടു വിചാരമൊന്നുമില്ല എന്നുള്ളത്, വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നവനാണ് എന്നുള്ളത് മൂന്ന് ലോകത്തിലും പ്രസിദ്ധമായ കാര്യമാണല്ലോ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ പദത്തിൻ്റെ പദാർത്ഥാഭിനയത്തിനപ്പുറം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഈ പദത്തിൻ്റെ പ്രത്യേകത. ഇതൊരു വളരെ മുറുകിയ കാലത്തിൽ വളരെ ഭംഗിയുള്ള ഒരു താള സമ്പ്രദായം, ഒരു കൊറിയോഗ്രാഫിയും ഇതിനകത്ത് ഉണ്ട്. കേവലം പദത്തിൻ്റെ അർത്ഥം എന്നുള്ളതിനപ്പുറം ആ ഒരു കഥകളിയുടെ ആ കൊറിയോഗ്രാഫിയുടെ ഭംഗി കൂടി ശ്രദ്ധിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അത് ആ സമയത്ത് അവിടെ എഴുതി കാണിക്കാം. എങ്കിലും അപ്പോൾ ഇവിടെ യാദവ ശിഖാമണി എന്ന് പറഞ്ഞിട്ട് ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം, അങ്ങനെയൊരു കാര്യമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. വട്ടം വെച്ച് കലാശം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ യാദവ ശിഖാമണി എന്ന് ചൊല്ലി അതിനുശേഷം വട്ടം തട്ടി, അത് ചെങ്ങലയിൽ കലാശത്തിന് താളം കൊടുത്തുകൊണ്ട് വട്ടം വെച്ച് കലാശം ആരംഭിക്കും. ഈ വട്ടം വെച്ച് കലാശത്തിന് മുമ്പ് ഈ പദങ്ങളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഇത് രാജസൂയത്തിലും ഇതുപോലെ തന്നെയുണ്ട്. വളരെ വിസ്തരിച്ചുള്ള ഒരു ആട്ടത്തിന് ശേഷമാണ് കലാശത്തിലേക്ക് കിടക്കുന്നത്. വട്ടം വെച്ച് കലാശം അവിടെ തുടങ്ങിയിട്ട് ചമ്പയുടെ മുറുകിയ കാലത്തിലുള്ള 5, 3, 2 എന്നുള്ള ആ ക്രമത്തിലുള്ള താളം പിടിച്ചു കൊടുക്കുമ്പോൾ ഈ ആട്ടം ആ ഒരു താളത്തിലാണ് നടക്കുന്നത്. ആ ഒരു ചമ്പയുടെ സ്ട്രക്ചറിനകത്ത് നിർത്തിയുള്ള ആട്ടത്തിൻ്റെയും അതിൻ്റെ കാൽവയ്പ്പുകളുടെയും ഒരു ഭംഗിയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കുത്രവധ എന്നുള്ളതിൻ്റെ ഇതിൽ ഈ 5, 3, 2 എന്നുള്ള മുറിച്ചിരിക്കുന്ന ഒരു താളവട്ടം 5, 3, 2 എന്നാണ് മുറിച്ചിരിക്കുന്നത്. അവിടെ കുത്രവധ എന്നുള്ളത് ആദ്യത്തെ 5-ലും കുത്രവധ എന്നുള്ളത് അടുത്ത 3, 2 ഇങ്ങനെയും ആയിട്ടാണ്. അത് അവിടെ ഭംഗിയാണ്, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ചവിട്ടും കൂടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ വട്ടം വെച്ച് കലാശത്തിന് ആട്ടങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് ഓരോ നടന്മാരും അവിടെ അവരുടെ യുക്തിക്കനുസരിച്ചാണ് ആടുന്നത്. നമുക്ക് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേയിൽ കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം യാദവ ശിഖാമണി എന്ന് ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം, ആട്ടം അതിനോട് ചേർന്നുള്ള വട്ടം വെച്ച് കലാശം, അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വീണ്ടും, അതായത് ഈ ഓരോ ചരണത്തിലും 3 വട്ടം വെച്ച് കലാശങ്ങളും ഒരു തോങ്കാരവും ഒരു സാധാരണ കലാശവുമാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കൊറിയോഗ്രാഫിയുടെ ഭംഗി, ഈ കലാശങ്ങളുടെ ഭംഗി കൂടി ശ്രദ്ധിച്ചു തുടങ്ങണം. അപ്പോൾ ഈ ആദ്യം തുടക്കത്തിൽ യാദവ ശിഖാമണി എന്ന് ചൊല്ലി ചരണം തുടങ്ങുമ്പോൾ തന്നെ വട്ടം വെച്ച് കലാശം, ആട്ടം, ചെറിയ അത്യാവശ്യം നല്ലൊരാട്ടം, അതിന് ഇത് ചേർന്ന് കലാശം എടുത്ത് അതിന് ശേഷം പദം ചൊല്ലിയാടി ഒട്ടും നമുക്കൊരു വിചാരമില്ലെന്നുള്ളത് 3 ലോകത്തിലും പ്രസിദ്ധമല്ലോ എന്നുള്ളതിൽ ഒട്ടും നമുക്കൊരു എന്ന് തുടങ്ങുന്നിടത്ത് വീണ്ടും ചൊല്ലി വട്ടം തട്ടി ഇതുപോലെ തന്നെ ഒരു വട്ടം വെച്ച കലാശം. ഇതിൻ്റെ അവസാനം 3 ലോകത്തിലും പ്രസിദ്ധമല്ലോ എന്നുള്ളത് കഴിഞ്ഞാൽ സാധാരണ ഒരു കലാശം, അതിനുശേഷം ഒരു തോങ്കാരം എന്ന് പറയുന്നത് ഇരട്ടി പോലെ തന്നെയാണ്. അത്രയും ഇപ്പോൾ ശ്രദ്ധിക്കുക, പല്ലവി എടുത്ത് പാടിക്കൊണ്ട് ഒരു ഇരട്ടിയൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ കുത്രവധ എന്ന് വീണ്ടും പാടിക്കൊണ്ട് തോങ്കാരത്തിന് ശേഷം വീണ്ടും ഒരു വട്ടം വെച്ച് കലാശം. അങ്ങനെ 3 വട്ടം വെച്ച് കലാശം, തുടക്കത്തിലും ആ ചരണത്തിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും 3 വട്ടം വെച്ച് കലാശങ്ങളും
ഒരു സാധാരണ കലാശവും ചരണം തീരുമ്പോൾ സാധാരണ കലാശവും ഒരു തോങ്കാരവും, തോങ്കാരം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ വട്ടം വെച്ച കലാശം. ഇത് തന്നെയാണ് അടുത്ത അങ്ങോട്ടുള്ള 3 ചരണങ്ങളിലും ഒരു കലാശത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ മറുപടി പദമാണ്. മറുപടി ഇത് ഒരു മാല പോലെ കിടക്കുകയാണ്. ഓരോ ചരണം കഴിഞ്ഞ് അടുത്ത ശ്രീകൃഷ്ണൻ്റെ ഒരു ചരണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബലഭദ്രരുടെ ഒരു ചരണം, അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ ഒരു ചരണം, അത് കഴിഞ്ഞ് ബലഭദ്രരുടെ ഒരു ചരണം, അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ ഒരു ചരണം. അങ്ങനെ 3 ചരണങ്ങളായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ കുത്രവത തുടങ്ങി യാദവശിഖാമണേ എന്നുള്ള ചരണം ആരംഭിച്ച് തുടക്കത്തിൽ യാദവശിഖാമണേ എന്ന് ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം, അത് കഴിഞ്ഞിട്ട് പദം ചൊല്ലി ഒട്ടും നമുക്കൊരു എന്നുള്ളിടത്ത് വീണ്ടും ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം, അത് കഴിഞ്ഞിട്ട് 3 ലോകത്തിലും പ്രസിദ്ധമല്ലോ എന്നുള്ളിടത്ത് സാധാരണ കലാശം, അത് കഴിഞ്ഞ് തോങ്കാരം കുത്രവത എന്ന് പാടി തോങ്കാരം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വട്ടം വെച്ച് കലാശം. അപ്പോൾ ഒരു സ്ട്രക്ചർ, ഒരു ബ്ലോക്ക് അവിടെ തീരും. ശ്രീകൃഷ്ണൻ്റെ മറുപടി ചമ്പതിൽ തന്നെയാണ്, പക്ഷേ ചമ്പ മുറിയ കാലമല്ല, 2ാം കാലത്തിൽ അല്ലെങ്കിൽ ഇടമട്ട് എന്ന് പറയുന്ന ഇതിൽ നീലാംബരി രാഗത്തിലാണ്. ഈ ഒരു പദത്തിന് സാമ്യമുള്ളത് കൃമീരപദത്തിലെ ഇദ്ദേഹത്തിൻ്റെ ധർമ്മപുത്രർ സൂര്യനോടുള്ള പദത്തിന് ഒരു അത് ഏതാണ്ട് അതേ ഒരു സ്ട്രക്ചറിൽ, അത് നീലാംബരിയിലാണ്, ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. രാജവര നീതിജലധേ എന്നുള്ള ഇതാണ് ഒരു പദമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുത്രവത എന്ന് തുടങ്ങി, ഇതൊരു 2 പേരും സംസാരിക്കുന്നതായിട്ട് ഇങ്ങനെ ഓരോ ചരണം മിക്സ് ചെയ്താണ് പോകുന്നത്. കുത്രവത എന്ന പല്ലവി തുടങ്ങി ശ്രീകൃഷ്ണൻ്റെ ഭാഗം ഒരു ചരണമായിട്ടാണ് തുടങ്ങുന്നത്. രാജവര നീതിജലധേ രജനീകര തുല്യ മുഖ കേൾക്ക സുമതേ വീരവീര ചാരുതര രൂപജയ സാഹസമിതരുതേ. അതായത് അങ്ങ് ദേഷ്യപ്പെട്ട് ആദ്യം കുറച്ച് സംബോധന, അത് കഴിഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെട്ട് സാഹസമൊന്നും ചെയ്യരുത് എന്ന് ശ്രീകൃഷ്ണൻ പറയും. ഇത് കഴിഞ്ഞിട്ടാണ് പല്ലവി വരുന്നത്. സാധാരണ പല്ലവി അനുപല്ലവി ചരണം എന്നാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഭാഗത്തിന് പല്ലവി വരുന്നത് പിന്നെയാണ്. അത് ആര്യതവ പാദമിഹ വന്ദേ മുസലധര എന്ന ഇതൊരു തോങ്കാരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ കൃമീരപദത്തിലെ ധർമ്മപുത്രർ സൂര്യനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ജയരുചിര കനകാദ്രിസാനു എന്ന് പറയുന്ന പദത്തിൻ്റെ അതേ രൂപത്തിലാണ് ഈ അവസാനമുള്ള തോങ്കാരം. നല്ല ഭംഗിയാണ്. ഈ ആര്യതവ പാദമിഹ വന്ദേ മുസലധര എന്നുള്ളത് അത് ചെയ്യുന്നതിൻ്റെ ഭംഗി, ആ കെട്ടിച്ചാടി ഇടത്തേക്ക് ചാടി വന്ദിച്ചുമൊക്കെയുള്ള ആ ഭാഗം കൂടി ശ്രദ്ധിക്കാം. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ മറുപടിയുടെ ഒരു സ്ട്രക്ചർ. ഇത് തന്നെയാണ് 3 റിപ്പീറ്റ് ചെയ്യുന്നത്. 3 വരി ചരണം, അത് കഴിഞ്ഞിട്ട് 3 വരി അല്ല, ശരിക്കും 4 വരിയാണ്. അത് കഴിഞ്ഞിട്ട് പല്ലവി ഒരു തോങ്കാരമായിട്ട് അവസാനമാണ് വരുന്നത്. ആര്യ തവ പാദമിഹ വന്ദേ മുസലധര. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ അതുകൂടി പറഞ്ഞു പോവുകയാണ്. അത്ര സാങ്കേതികമായിട്ട് ശ്രദ്ധിക്കേണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട. ഈ രാജവര നീതിജലധേ എന്നുള്ള അല്ലെങ്കിൽ ആ 3 ചരണങ്ങളിലും, ശ്രീകൃഷ്ണൻ്റെ ചരണങ്ങളിൽ 3ലും പാടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. പാടുന്നതിൻ്റെ പ്രത്യേകത 1-ാമത്തെ വരി, 3-ാമത്തെ വരി, 5-ാമത്തെ വരി, ഈ 3 വരികളും അല്ലെങ്കിൽ അങ്ങനെ മുറിച്ച് ഇപ്പം ആദ്യം അങ്ങനെ 6ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ, ആ ഒരു 3 വലിയ വരികളുള്ള ഇതിനെ 6ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ 1-ാമത്തെ വരി, 3-ാമത്തെ വരി, 5-ാമത്തെ വരി, ഇത് 3ഉം ഒരു പൊന്നാനി ശിങ്കടി 2, അതായത് ഒരു പൊന്നാനി പാടുന്നു, ശിങ്കടി ഏറ്റു പാടുന്നു, അങ്ങനെ ആണ് തീരുന്നത്. പക്ഷേ 2, 4, 6 വരികൾ ഒറ്റത്തവണയേ ഉള്ളൂ. അത് പൊന്നാനിയും ശിങ്കടിയും കൂടി ഒരു താളോട്ടത്തിൽ പാടി തീർക്കുകയാണ്. കാരണം അതിന് പത്മനാശൻ പറഞ്ഞിരിക്കുന്ന കാരണം അവിടെ കാണിക്കാൻ മുദ്രകൾ കുറവാണ്. അതുകൊണ്ട് ഒരു പൊന്നാനി ശിങ്കടിക്ക് മുദ്ര കാണിക്കാനും മാത്രമുള്ള മുദ്രകളില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രാജവര നീതി ജലധേ
എന്നുള്ളത് 2 തവണ പാടും. പക്ഷേ രജനികര എന്നുള്ളത് പൊന്നാനി ചിങ്കിടിയും കൂടെ ചേർന്ന് ഒരു താളവട്ടമേ പാടാറുള്ളൂ. കാരണം അത്രയ്ക്കുള്ള മുദ്രകളേ ഉള്ളൂ. ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞാൽ വീണ്ടും ബലഭദ്രർ കൃഷ്ണതവ സമ്മതം എന്ന് തുടങ്ങുന്ന ചരണം. അതും ഇതുപോലെ തന്നെ തുടക്കത്തിൽ കൃഷ്ണതവ സമ്മതം എന്ന് പറഞ്ഞ് ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറയാം. കൃഷ്ണ, നിൻ്റെ സമ്മതം ഇതിനുണ്ടായിരുന്നുവോ, അതോ അവൻ സ്വന്തം ആഗ്രഹം കൊണ്ട് ആ ദുഷ്ടൻ സ്വന്തമായിട്ട് ചെയ്തതാണോ പറയുക. ഈ കഥയൊക്കെ ഈ നടന്ന സംഭവങ്ങളൊക്കെ വിഭൃതു അറിഞ്ഞിരുന്നില്ല. വിഭൃതുവിനെ വലിയ വിശ്വാസമാണ്, സർവ്വസൈന്യാധിപനാണ്. വിഭൃതുവിനെ തോൽപ്പിച്ചിട്ടാണ് അർജുനൻ കൊണ്ടുപോകുന്നത്. വിഭൃതു അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞെങ്കിൽ അവൻ തോക്കാൻ കാരണമെന്ത്? അവൻ തോക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെ കുത്തി ചോദിക്കുകയാണ്, നീയും കൂടെ അറിഞ്ഞുകൊണ്ട് നീയും വിഭൃതുവും ഒക്കെ ചേർന്നിട്ട് ചെയ്ത ഒരു ചതിയല്ലേ ഇത് എന്ന് കുത്തി ചോദിക്കുകയാണ്. കൃഷ്ണതവ സമ്മതം മാത്രമുണ്ടായതോ, തൃഷ്ണ കൊണ്ട് ആ ഷഠൻ മാത്രം കഥിച്ചിതോ, കഥയെ ആദരാൽ വിഭൃതുവും അറിഞ്ഞിതോ, എന്ത് ബന്ധം സഖയെ തോറ്റോടുവാൻ. അപ്പോൾ കൃഷ്ണതവ സമ്മതം എന്ന് തുടങ്ങുന്നിടത്ത് ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം. അത് കഴിഞ്ഞ് കഥയെ ആദരാൽ എന്നുള്ളിടത്ത് വീണ്ടും ചൊല്ലി വട്ടം തട്ടി വട്ടം വെച്ച് കലാശം. നേരത്തെ പറഞ്ഞതുപോലെ തോറ്റോടുവാൻ കഴിഞ്ഞിട്ട് സാധാരണ കലാശം. അത് കഴിഞ്ഞ് കുത്രവത എന്നുള്ള പല്ലവി എടുത്തു പാടി തോങ്കാരം. അതിനുശേഷം വീണ്ടും ഒരു വട്ടം വെച്ച് കലാശം. ഈ ഓരോ വട്ടം വെച്ച് കലാശത്തിലും സാമാന്യം നീണ്ടു നിൽക്കുന്ന ആട്ടങ്ങളുണ്ടാകും. അത് കൂടുതലും വരുന്നത് നീ അറിഞ്ഞിരുന്നോ, അവൻ ചതിച്ചില്ലേ, അവനെ എന്ത് ചെയ്യണം, അവനെ ഞാൻ ഉടനെ കൊല്ലും, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആട്ടങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അത് നമുക്ക് അവിടെ വെച്ച് കാണാം. അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ വീണ്ടും പറയുന്നു. നമ്മൾ നേരത്തെ ശ്രീകൃഷ്ണൻ പറഞ്ഞ രാജവര നീതി ജലതയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ്. 6 വരി. ആ 6 വരിയിൽ 1, 3, 5 വരികൾ പൊന്നാനി ചിങ്കിടി 2 പേരും പാടുന്നു. 2, 4, 6 വരികൾ പൊന്നാനി ചിങ്കിടിയും ചേർന്ന് ഒരു താളവട്ടത്തിൽ പാടിത്തീർക്കുന്നു. അത് ഈ പറഞ്ഞ മുദ്ര കുറവായതുകൊണ്ടാണ്. ഇത് വ്യാജമിക ചെയ്യുമോ ഞാൻ നിന്നരികിൽ സർവദാ വസിക്കയല്ലേ, അവനുടയ ബാഹുബലം ഉണ്ടോ ശിവശിവ വിഭൃതു സഹിക്കുന്നു. ഇതാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. വഞ്ചന ഞാൻ ചെയ്യുമോ, അങ്ങയോട് ഞാൻ വഞ്ചന ചെയ്യുമോ? ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ അവൻ്റെ കയ്യൂക്ക്, അർജുനൻ്റെ കയ്യൂക്ക് വിഭൃതുവിനൊന്നും സഹിക്കാനാവില്ല. അർജുനൻ്റെ വീരത്വം ഇങ്ങനെ പറഞ്ഞാണ് ബലഭദ്രരെ ശ്രീകൃഷ്ണൻ വശത്താക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വ്യാജമിക ചെയ്യുമോ ഞാൻ നിന്നരികിൽ, ഞാൻ നിന്നോട് വഞ്ചന ചെയ്യുമോ, നിൻ്റെ അരികിൽ എപ്പോഴും ഞാൻ ഉണ്ടല്ലോ, പിന്നെ അവൻ്റെ കയ്യൂക്ക് വിഭൃതുവിന് സഹിക്കാനാകുമോ? ഇത് ആടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആര്യതപ പാദമിഹ വന്ദേ മുസലധര എന്നുള്ള പല്ലവി എടുത്തു പാടിക്കൊണ്ട് ഒരു തോങ്കാരം. അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അത് കഴിഞ്ഞാൽ വീണ്ടും ബലഭദ്രർ വരുന്നു. ക്ഷത്രിയ കിശോരകൻ ക്ഷുദ്രനവനെങ്കിലും ഭിക്ഷുവേഷം ബഹുശിക്ഷയല്ലോ, ഇക്ഷണം അവൻ കഥകൾ ഈ ക്ഷിതിയിൽ ഇല്ലെന്നു ത്വൽ പക്ഷപാതിയെ ശിക്ഷ ചെയ്യുവൻ. അതായത് നിസാരനായ ആ ക്ഷത്രിയൻ്റെ, വളരെ നിസാരനായ അർജുനൻ എന്ന ആ ക്ഷത്രിയൻ്റെ ഭിക്ഷുവേഷം ഗംഭീരമായി, യതിയായിട്ട് ചമഞ്ഞത് ഗംഭീരമായി. നിൻ്റെ പക്ഷക്കാരനായ അവൻ്റെ ചരിത്രം ഈ ഭൂമിയിൽ ഇപ്പം മുതൽ ഞാൻ ഇല്ലാതാക്കുന്നത്, അതായത് ഞാനിപ്പോൾ അവനെ കൊല്ലുന്നുണ്ട്, അവൻ്റെ ചരിത്രം ഇതോടുകൂടി ഈ ഭൂമിയിൽ അവസാനിപ്പിക്കും എന്നാണ് ബലഭദ്രൻ. അവിടെയും വീണ്ടും ക്ഷത്രിയ കിശോരകൻ ചൊല്ലിവട്ടം തട്ടി, ഇക്ഷണം അവൻ കഥകൾ ചൊല്ലിവട്ടം തട്ടി, അവസാനം ശിക്ഷ ചെയ്യുവാൻ കഴിഞ്ഞിട്ട് സാധാരണ കലാശം, പുത്രവധ തോങ്കാരം, അത് കഴിഞ്ഞിട്ട് വീണ്ടും വട്ടം വെച്ച് കലാശം. ഇതാണ് അതിൻ്റെയും സ്ട്രക്ചർ. അതിന് ശ്രീകൃഷ്ണൻ്റെ മറുപടി എങ്കിൽ അല്ല, വൈവാഹ കർമ്മമധുന വിധിവിഹിതം വൈധവ്യ ദീക്ഷ വരുമല്ലോ സുതതിയുടെ എന്നതു നിനക്കിലവൻ മധ്യനല്ലല്ലോ. വിവാഹം എന്നൊക്കെ പറയുന്നത് വിധി നിശ്ചയിക്കുന്നതാണ്. അതായത് വിധിവിഹിതമാണ്. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്.
അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അർജുനനെ വധിച്ചാലോ എന്താ സംഭവിക്കുക? സഹോദരിക്ക് വൈധവ്യ ദുഃഖം വരുമല്ലോ. അതല്ലേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഏതായാലും വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അർജുനനെ കൊന്നാൽ എന്ത് സംഭവിക്കും? സുഭദ്ര വിധവയാകും. അങ്ങനെ ചിന്തിച്ചാൽ അവൻ വധ്യനല്ല എന്ന് വന്നില്ലേ എന്ന് ശ്രീകൃഷ്ണൻ അതിലും ഇതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൽ 1, 3, 5 വരികൾക്ക് പൊന്നാനി ശിങ്കടി, 2 താളവട്ടത്തിലായിട്ട് പൊന്നാനി ശിങ്കടി, 2, 4, 6 വരികളിൽ പൊന്നാനി ശിങ്കടിയും ചേർന്ന് ഒരു താളവട്ടത്തിൽ, അവസാനം ആര്യതവ പാദവിഹ വന്ദേ മുസലധര എന്നത് എടുത്തു പാടിക്കൊണ്ട് തോങ്കാരം. അത് കഴിയുമ്പം എന്നാൽ വധിക്കുന്നില്ല. ബലരാമൻ ഒന്ന് അയഞ്ഞു, വധിക്കുന്നില്ല, സഹോദരി വിധവയാവുമല്ലോ. എങ്കിലവനെ ക്ഷണം ബന്ധു തവ എങ്കിലും ബന്ധുമിച്ഛാമ്യഹം ഹന്തഭോഭോ അന്തരം ഇതിനു നഹി സിന്ധുര വിരോധവും കേസരി സഹിക്കുമോ മാധവ സഖി. എങ്കിൽ അവൻ നിൻ്റെ ബന്ധുവാണെങ്കിലും നിൻ്റെ സുഹൃത്താണെങ്കിലും, ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് നിൻ്റെ പക്ഷക്കാരനാണെങ്കിലും, അവനെ ഈ ക്ഷണത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ബന്ധിക്കുവാൻ പോകുന്നു, അതിന് മാറ്റമില്ല. മാധവ സഖി, ആനയുടെ വിരോധം സിംഹം സഹിക്കുമോ എന്ന് ഒരു ഉപമയും കൂടി അവിടെ പറയുന്നു. ഇതിനിടയ്ക്ക് പലതും ആട്ടത്തിനിടയിൽ ചൊല്ലിവട്ടം തട്ടിയുള്ള ആട്ടത്തിനിടയിൽ കാണിക്കാറുണ്ട്. എന്നാൽ പിന്നെ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. അപ്പം ശ്രീകൃഷ്ണൻ പറയും, കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ പിന്നെ അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മുടെ സഹോദരി ഈ കണ്ണുപൊട്ടനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി ഭിക്ഷയാചിക്കേണ്ടി വരില്ലേ? ഇങ്ങനെ ഈ വട്ടമച്ച കലാശൻ്റെ ആട്ടത്തിനിടയിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ചൊല്ലിയാട്ട് ഈ പദത്തിൻ്റെ അർത്ഥമല്ലാതെ. ഇവിടെയും എങ്കിലവനെ ക്ഷണം ചൊല്ലിവട്ടം തട്ടി വട്ടമച്ച കലാശം. പക്ഷേ ഇവിടെ ഇതോടുകൂടി ഇത് തീരുന്നത് കൊണ്ട് ഇതിൻ്റെ അവസാനം തോങ്കാരവും വട്ടംവെച്ച് കലാശവുമില്ല. ചവിട്ടി കലാശിക്കുന്നത്, സാധാരണ കലാശം ചവിട്ടി കലാശിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണൻ ആര്യ സഹിക്കേണ മധുനാ പാണ്ഡുസുതൻ ചാപലശേഷമധികം വേണമിനി വേഗം അവനെ ചെന്നു മാനയ മഹാത്മൻ. ജ്യേഷ്ഠ, പാണ്ഡുസുതൻ്റെ അധികമായ ചാപല്യങ്ങളെല്ലാം, അവൻ്റെ ചപലതകളെല്ലാം, അവൻ ചെയ്ത ചാപല്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് സഹിക്കണം. ഇനി വേഗം ചെന്ന് അവനെ ബഹുമാനിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. അതിലും ഈ പറഞ്ഞതുപോലെ അവസാനം ഒരു ആര്യതവ പാദമിഹ എന്നുള്ളതിൽ തോങ്കാരത്തോടുകൂടി അതിനുശേഷം ഒരു ആട്ടമാണ്. ആ ആട്ടത്തിൽ ഇങ്ങനെ അവർ തമ്മിൽ പല കാര്യങ്ങൾ സംസാരിച്ച് അവൻ കാണിച്ചത് ശരിയല്ല, കപടം ചെയ്തത് ശരിയല്ല, നീ എന്തിനാ എന്നോടിങ്ങനെ ചെയ്തത്, ഞാൻ അവനെ ശരിക്കും സുഭദ്രയെ ദുര്യോധന വിവാഹം, തൻ്റെ ഏറ്റവും അടുത്ത വത്സല ശിഷ്യനാണ്, ബലഭദ്രയുടെ വത്സല ശിഷ്യനാണ് ദുര്യോധന വിവാഹം കഴിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അതറിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണൻ ഇത് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ യുദ്ധസമയത്ത് ദുര്യോധനൻ്റെ പക്ഷം ചേരും ബലഭദ്രർ, കാരണം സഹോദരിയുടെ ഭർത്താവ് കൂടിയാണല്ലോ. അപ്പം അത് ഒഴിവാക്കാനൊക്കെ കൂടി വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ ഇത് ചെയ്തത്. അപ്പോൾ നീ അങ്ങനെ എന്നെ വഞ്ചിച്ചു. അപ്പോൾ പറയും, ഞാൻ അങ്ങനെ വഞ്ചിക്കുമോ? ഇതൊക്കെ തലയിലെഴുത്താണ്. അല്ല, എല്ലാം നിൻ്റെ ഗൂഢാലോചന കൊണ്ടാണ് നീ വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കും, ഈ സന്യാസി ഇവിടെ താമസിപ്പിച്ചത് ഞാനല്ലല്ലോ, അങ്ങല്ലേ? അപ്പോൾ എന്ന് വെച്ച് നീ വിവാഹം ചെയ്ത് കൊടുക്കണോ? ശ്രീകൃഷ്ണൻ അപ്പോൾ തിരിച്ചു പറയുന്നത്, ഒരു സുന്ദരിയായ യുവതിയും സുന്ദരനായ യുവാവും അങ്ങനെ ഒരുമിച്ച് കഴിയുമ്പോൾ അവർക്ക് അനുരാഗം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? സുഭദ്രയെ യതിയെ ശുശ്രൂഷിക്കാൻ സുഭദ്രയെ ഏൽപ്പിച്ചത് ആരാണ്? ഞാനല്ലല്ലോ, അങ്ങല്ലേ? അത് വലിയ കുഴപ്പമായിട്ട്, അതാണിപ്പോൾ കുഴപ്പമായിട്ട് വന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ബലഭദ്ര ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അവൻ വേഷം മാറി വന്നത് നിനക്കറിയാമായിരുന്നോ? ഇവനാണെന്ന് ഉള്ളത് അപ്പോൾ ശ്രീകൃഷ്ണൻ അതിന് മറുപടിയൊന്നും പറയാതെ പറയും, ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ഫലം? നമുക്ക് അവനെ ഇനിയിപ്പം സഹോദരിയുടെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയല്ലേ വഴിയുള്ളൂ. പറയും, ഇങ്ങനെ ചതിച്ച് കടന്നത് ശരിയാണോ?
പറയും ചതിച്ചല്ലല്ലോ കടന്നത്. അവിടെയാണ് ശ്രീകൃഷ്ണൻ്റെ ബുദ്ധി. എന്തുകൊണ്ടാണ് പോരിനെ വിളിച്ച് യുദ്ധം ചെയ്യണം, പക്ഷേ എന്നാൽ അവരെ ആരെയും മുറിവേൽപ്പിക്കരുത്, വിഭൃതുവിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞത്? ചതിച്ച് കടന്നു കഴിഞ്ഞാൽ, ഒളിച്ച് കടന്നാൽ അത് തെറ്റാണ്, വധിക്കപ്പെടാൻ യോഗ്യതയുള്ള തെറ്റാണ്. പക്ഷേ യുദ്ധം ചെയ്ത് കന്യകയെ നേടുന്നത് വിവാഹത്തിൻ്റെ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് പോയത് എന്ന് അപ്പം നമുക്ക് പോയിട്ട് അവൻ്റെ വീരത്വം ആ യുദ്ധഭൂമിയിൽ പോയിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞ്, എന്നാൽ ഇനി നമുക്ക് യുദ്ധഭൂമിയിലേക്ക് പോവുക തന്നെ എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ പോകുന്ന സമയത്ത് ഒരു ദണ്ഡകമുണ്ട്. ആ ദണ്ഡകം പിന്നെ ശ്രീകൃഷ്ണൻ ഈ പറഞ്ഞത് കേട്ടിട്ട് യാദവരൊക്കെ സന്തോഷിച്ചു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ദ്രാത്മജൻ്റെ വാസസ്ഥലത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ രഥങ്ങളും മറ്റുമൊക്കെ കിടക്കുന്നത് കണ്ട്, തുണ്ടുതുണ്ടായി കിടക്കുന്നത് കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ദണ്ഡകത്തിനിടയിൽ അവരിങ്ങനെ നടക്കുന്നതായിട്ട് വരുന്ന ഭാഗത്ത് ഒരു നല്ല നൃത്തമുണ്ട്, അതും ശ്രദ്ധിക്കുക. അതിനുശേഷം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകൃഷ്ണൻ്റെ പദം, അതും യാദവ ശിഖാമണി എന്നാണ്, പക്ഷേ ദേവഗാന്ധാരം, നമ്മുടെ ക്ഷീരസാഗരയുടെയൊക്കെ രാഗം, നാഥാഭവൽചരണയുടെ രാഗം, യാദവ ശിഖാമണി, സോദര മഹാത്മൻ, മൃഗോദര സഹോദരൻ്റെ, ഭീമൻ്റെ സഹോദരനായ അർജുനൻ്റെ വീര്യം ഇതാ കാണുക. മതിലുകളിൽ തറച്ചിരിക്കുന്ന അമ്പുകൾ ഇപ്പോഴും അതിൻ്റെ പുറകുഭാഗം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ശക്തനാണവൻ എന്ന് മാത്രമല്ല, അങ്ങ് നോക്കൂ, ഒരു യോദ്ധാവിൻ്റെ പോലും രക്തം ഇവിടെ വീണിട്ടില്ല. അവൻ ഒരു യോദ്ധാവിനെ പോലും മുറിവേൽപ്പിക്കാതെയാണ് എല്ലാവരെയും തോൽപ്പിച്ചോടിച്ചത്. അത്ര വീര്യമുള്ള, അത്ര ശ്രേഷ്ഠനായ ഒരു യോദ്ധാവാണവൻ എന്ന് പറയുമ്പോൾ ബലഭദ്രൻ്റെ മറുപടി അത് അത്രയും അതല്ലടോ എന്ന് തുടങ്ങുന്ന, അത് മാത്രമല്ല എന്നപ്പോഴത്തേക്ക് ബലഭദ്രന് മറുഭാഗം എത്തി. അത്രയും അതല്ലടോ എന്ന് പറഞ്ഞിട്ടൊരു അഷ്ടകലാശം അവിടെ, അത് രാമൂട്ടേരാശാനും വൈക്കം കരുണാകരനാശാനും ചേർന്ന് വാഴപ്പള്ളിയിൽ വെച്ചിട്ടാണ് അത് ആദ്യമായിട്ട് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. രാമൂട്ടേരാശാൻ ചിട്ട ചെയ്തതാണ് ആ ഒരു അഷ്ടകലാശം. അവിടെ അഷ്ടകലാശം സാധാരണ 4 കലാശങ്ങളും അതിനുശേഷം ഒരു കൂട്ടകലാശവുമായിട്ടാണ് കല്ലുവഴി സമ്പ്രദായത്തിൽ വരുന്നത്. തെക്കൻ സമ്പ്രദായത്തിൽ അത് വേറൊരു രീതിയിലാണ്, 8 കലാശങ്ങൾ തന്നെയുണ്ട്. ഇന്നിപ്പോൾ ഏതാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത്രയും അതല്ലടോ, ചിത്രം ഇത് മാധവ, കരിതുരക രോമങ്ങൾ കൃത്തമാക്കി സമരഭുവി സർവദാ വീണിത കിടക്കുന്നു. അതായത് ഇവരുടെ ഈ ആനയുടെയും കുതിരയുടെയും ഒക്കെ രോമങ്ങളിങ്ങനെ അറുത്ത് കളഞ്ഞിരിക്കുക, എന്നാൽ അവയ്ക്കൊന്നും മുറിവേറ്റിട്ടില്ല, അത്ര കഴിവുള്ളയാളാണ് എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിക്കുന്നു. പിന്നീട് അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. നമുക്കവിടെ പോയി അവരെ കാണണം, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. പിന്നെ ആ സമ്മാനങ്ങൾ ഓരോന്നായിട്ട് അലമാരിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ ആയിട്ടുള്ളത്, സമ്മാനങ്ങൾ രത്നങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന അതിൻ്റെ കാവൽക്കാരനായ സർപ്പം, ആ സർപ്പത്തിനെ പറഞ്ഞയച്ചിട്ട് അതെല്ലാം എടുത്ത് രഥത്തിൽ കയറി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അർജുനെയും സുഭദ്രയെയും കാണുവാൻ വേണ്ടി പോകുന്നിടത്ത് ഈ കഥ അവസാനിക്കുന്നു. നമസ്കാരം.